നന്ദൻ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ഹരിയാനയിൽ. BJP ഇപ്പോൾ നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷം സ്ഥാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് തന്നെയാണ്. അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ തെല്ല് ഒരു അസ്വസ്ഥത അദ്ദേഹത്തിലും ദൃശ്യമാണ്. രോഹിണി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഹരിയാനയിലുള്ളത്. പ്രത്യേകിച്ച് 10 സീറ്റുകളിൽ 5 സീറ്റ് നേടുവാൻ കോൺഗ്രസിന് സാധിച്ചു. അത് ഹൂഡയുടെ ഒരു വലിയ വിജയമായിരുന്നു AICC നേതൃത്വം കണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂഡയിലൂടെ ഹരിയാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുവാൻ കോൺഗ്രസ് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ കോൺഗ്രസ് അതിനുവേണ്ടി പഠിച്ച പണി 18 പയറ്റി എന്നുള്ളതാണ്. ഇല്ലാത്ത പ്രചരണങ്ങൾ BJPക്കെതിരെ നടത്തി. BJPക്കെതിരെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി വലിയ ദുഷ്പ്രചരണങ്ങൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മാത്രമല്ല, ഹൂഡയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ വിശ്വാസം. ദളിത് നേതാവായ കുമാരി ഷെൽജയെ പോലും AICC നേതൃത്വം അവഗണിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് ഈ ഹൂഡ വിഭാഗത്തിനാണ് കൂടുതൽ സീറ്റുകൾ AICC നേതൃത്വം അനുവദിച്ചതെന്നും ഷെൽജ കുമാരിക്കൊപ്പം നിൽക്കുന്നവരെ പരിഗണിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധ മുഖമാണ് തുറന്നു കാട്ടിയെന്നായിരുന്നു ഷെൽജ കുമാരി അന്ന് അഭിപ്രായപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ ഷെൽജ കുമാരി BJPക്കൊപ്പം എത്തുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ AICC നേതൃത്വം അതിൽ ശക്തമായ ഇടപെടൽ നടത്തി. അധികാരത്തിൽ വരുവാണെങ്കിൽ വ്യക്തമായ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ കീ പോസ്റ്റുകളിലേക്ക് ഷെൽജ കുമാരിയോ അല്ലെങ്കിൽ അവരുടെ അനുയായികളെ എത്തിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് കോൺഗ്രസിനൊപ്പം പ്രചരണ വേദികളിൽ ഷെൽജ കുമാരി എത്തിയത്. എന്നാൽ ദളിത് മനസ്സുകളിൽ ഉണ്ടായ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതായത് കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധ മുഖം ഷെൽജ കുമാരി തുറന്നു കാട്ടി. പിന്നീട് അനുനയത്തിന്റെ ഭാഗമായി അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് തിരിച്ചു ചേക്കേറിയെങ്കിലും അവർക്കൊപ്പം നിന്ന ദളിത് മനസ്സുകളിലെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. അതുതന്നെയാണ് ഒരുപക്ഷെ BJPക്ക് നേട്ടമായത് എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിനിടയിൽ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വ്യാപകമാണ്. ദളിത് നേതാക്കളെ അടക്കം കോൺഗ്രസ് അവഗണിക്കുന്നു. ദളിത് വിരുദ്ധ മുഖമാണ് കോൺഗ്രസിന്റെ എന്നായിരുന്നു ഹരിയാനയിലെ ദളിത് നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത് അങ്ങനെ ദളിത് സമൂഹത്തിനിടയിൽ ഒരു കോൺഗ്രസ് വിരുദ്ധ നിലപാട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. വ്യക്തമായ ലീഡ് നില BJP നിലനിർത്തുന്നു. 50-ന് മുകളിലേക്ക് BJP കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു. 46 മതി കേവലം ഭൂരിപക്ഷത്തിന്. സർക്കാർ രൂപീകരണത്തിന് 46 സീറ്റ് മതി. കഴിഞ്ഞ തവണ 40 സീറ്റുകൾ നേടിയപ്പോൾ 10 സീറ്റ് JJPയുടെ 10 MLA-മാർ BJPക്കൊപ്പം നിന്നു. സ്വതന്ത്രരായിട്ട് മത്സരിച്ച 7 MLA-മാർ കൂടി BJPക്കൊപ്പം നിന്നായിരുന്നു അന്ന് 2019 സർക്കാർ രൂപീകരിച്ചതെങ്കിലും ഇപ്പോൾ മറ്റ് കക്ഷികളുടെ ആവശ്യം BJPക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ സൂചികൾ എത്തി നിൽക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം ഹരിയാനയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP നിലനിൽക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകും. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ 37 ലോക്സഭാ മണ്ഡലങ്ങൾ ജാട്ട് വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളാണ്. അവിടെ പോലും കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദളിത് വിരുദ്ധ നിലപാടുകൾ, അതേപോലെ തന്നെ വികസനത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾ, ഇതെല്ലാം തന്നെ ഹരിയാനയിൽ ചർച്ചയായി എന്നുള്ളതാണ്. അതേസമയം BJP വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കാഴ്ചവെക്കുമ്പോഴും താഴെത്തട്ടിലെ ജനങ്ങളെ കൃത്യമായി BJP ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുവാൻ, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹരിയാനയിലെ ജനതയിൽ, ഹരിയാനയിലെ മണ്ണിൽ സമഗ്രമായ മാറ്റമാണ് BJPക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് ഓരോന്നായി BJP എണ്ണി പറയുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന്റെ ഫലമാണ്, അല്ലെങ്കിൽ ആ തിരിച്ചറിവാണ് ഇപ്പോൾ BJPക്ക് ഈ നിലയിൽ ലീഡ് നില ഉയർത്തുവാൻ സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും BJP ക്യാമ്പുകളിൽ ആശ്വാസത്തിന്റെ വെളിച്ചം BJP ക്യാമ്പുകളിലേക്ക് എത്തി. ഒപ്പം നിരാശയുടെ വെളിച്ചം AICC ആസ്ഥാനത്തേക്കും കടന്നു വരുന്നു. വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നിരുന്ന AICC ആസ്ഥാനം ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു. BJP ഓഫീസുകളിലേക്ക് ആഘോഷങ്ങളുടെ ചിത്രം മാറി മറിയുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ BJPയും പച്ചവിടുന്നു.
പ്രത്യേകിച്ച് ഈ ഹരിയാനയിലെ ഗ്രാമങ്ങളിലെ വോട്ടുകളായിരുന്നു BJP സംബന്ധിച്ചിടത്തോളം ഏറെ തലവേദനയായി നിന്നിരുന്നത്. ഗ്രാമങ്ങളിൽ നിന്നുമുള്ള വോട്ടുകൾ കൃത്യമായി BJPയുടെ പെട്ടിയിലേക്ക് വീഴുമോ എന്നുള്ള ആശങ്ക ഒരു ഘട്ടത്തിൽ BJP നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നാൽ കർഷകരടക്കം ഗ്രാമനിവാസികൾ കൃത്യമായി BJPയെ തിരിച്ചറിഞ്ഞു, BJPയുടെ നിലപാടുകളെ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം അടക്കം അവിടെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആദ്യ ഫല സൂചികകളിൽ നിന്നും വ്യക്തമാകുന്നത്. രോഹിണി തന്നെ ഇപ്പോൾ ഹരിയാനയിൽ BJP 50, കോൺഗ്രസ് 35 എന്നുള്ള നിലയിൽ ലീഡ് തുടരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, കോൺഗ്രസ് അധികാരത്തിലേറും എന്നുള്ളത്. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അവർ അമിത പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ടോ ഇനിയും അവർക്ക് കയറി വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ? നിർണായക മണ്ഡലങ്ങൾ അയക്കാവുന്ന നിലയിലേക്ക് ഇനിയും വോട്ടെണ്ണൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമോ എവിടെയെങ്കിലും? രോഹിണി, 37 മണ്ഡലങ്ങൾ അത് ഉറപ്പായിട്ടും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതായത് ഈ 37 ഇടങ്ങളിൽ ജാട്ട് വോട്ടുകൾ നിർണായകമാണ്. അതിനാൽ തന്നെ ജാട്ട് സമൂഹം തങ്ങളോടൊപ്പം നിൽക്കുന്ന കാലത്തോളം ഈ 37 മണ്ഡലങ്ങളിലും ഒരു തരത്തിലും കാലിടവില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ വിശ്വാസം. എന്നാൽ കോൺഗ്രസിന്റെ വിശ്വാസങ്ങളെയൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് ആ ജാട്ട് ഭൂരിപക്ഷമുള്ള 37 മണ്ഡലങ്ങളിലടക്കം BJP വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് 50 എന്നുള്ള മാജിക് ഫിഗറിലേക്ക് BJP എത്തി നിൽക്കുന്നു. 46 മതി കേവല ഭൂരിപക്ഷത്തിന്. പിന്നെയും 4 കടന്ന് 50ലേക്ക് BJP എത്തി നിൽക്കുന്നു. വലിയ പ്രചരണങ്ങൾ BJPക്കെതിരെ അഴിച്ചുവിട്ടു. സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു. കർഷക സമരം വോട്ടായി മാറുമെന്ന് കരുതിയിരുന്നു. അതേപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു. ഒപ്പം തന്നെ അഗ്നിവീർ പദ്ധതി അടക്കം അത് തങ്ങൾക്ക് അനുകൂലമാകും, BJPക്ക് എതിരാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലൊക്കെ തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത്. ഹരിയാനയിൽ വലിയ കുതിച്ചുചാട്ടമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ ലഡ്വ മണ്ഡലത്തിലടക്കം വലിയ പ്രചരണം. മുഖ്യമന്ത്രിക്കെതിരെ തന്നെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രചരണങ്ങളായിരുന്നു അഴിച്ചുവിട്ടത്. അതേസമയം നയാബ് സിംഗ് സൈനി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് 10 വർഷക്കാലം കൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തനിക്ക് ലഭിച്ച 54 ദിവസം കൊണ്ട് താൻ ചെയ്തു തീർത്തു എന്നായിരുന്നു നയാബ് സിംഗ് സൈനി പറഞ്ഞത്. ആ വികസനത്തിന്റെ തുടർച്ച അത് ഹരിയാനയിലെ ജനങ്ങൾക്കും ഹരിയാനയുടെ സമസ്ത വികസനത്തിനും അനിവാര്യമാണ് എന്നാണ് BJP ചൂണ്ടിക്കാണിച്ചത്. അതായത് തങ്ങൾ തുടങ്ങിവെച്ച പദ്ധതികൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ തുടർ ഭരണം ആവശ്യമാണ് എന്നുള്ളതാണ് BJP ജനങ്ങൾക്ക് മുന്നിൽ പ്രധാനമായും വെച്ചത്. ജനങ്ങൾ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ഈ പ്രധാന മേഖലകളിലൊക്കെ തന്നെ BJP മുന്നേറുന്നു എന്നുള്ളതാണ്. 22 ജില്ലകളിലായി 90 നിയമസഭാ മണ്ഡലങ്ങൾ, ഇവിടെ 50 ഇടങ്ങളിൽ BJP മുന്നേറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ജുലാനെ സംബന്ധിച്ചിടത്തോളം വിനീഷ് ഭോഗട്ടിനെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് അവിടെ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ക്യാപ്റ്റൻ യോഗേഷിലൂടെയാണ് BJP തകർത്തത്. നിലവിൽ അവിടെ വിനീഷ് ഭോഗട്ട് പിന്നിലേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ ജുലാന. അവിടെ ജുലാനയിൽ കോൺഗ്രസിന് കാലിടറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും മാറി മറിയുന്നു ലീഡ് നില. ഹരിയാനയിൽ BJP 48, കോൺഗ്രസ് 34, അതേഴ്സ് 8 എന്നുള്ള രീതിയിലാണ്. നന്ദന്റെ ഒരു കണക്കുകൂട്ടലിൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ തന്നെ BJP നിൽക്കും എന്ന് കരുതാമോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമായേക്കാവുന്ന മണ്ഡലങ്ങൾ, വോട്ടെണ്ണൽ മേഖലകൾ അതൊക്കെ കോൺഗ്രസിന് അനുകൂലമായേക്കാവുന്ന സാഹചര്യങ്ങൾ ഇനിയും ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോഴും പറയാറായിട്ടില്ല ആരാകും അടുത്ത ഭരണം കൈയാളുക, ആരായിരിക്കും ഹരിയാനയുടെ തുടർ അവകാശികളെന്ന് ഇനിയും പ്രഖ്യാപിക്കാറായിട്ടില്ല. ആദ്യ ഫല സൂചികകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ആ സൂചികകൾ പ്രകാരം BJPക്കാണ് അനുകൂലമായി നിൽക്കുന്നത്. ജനങ്ങൾ അനുകൂലമായി അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് BJPക്കാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. നേരത്തെ 50 എന്നുള്ള മാജിക് ഫിഗറിലെത്തിയ BJPയുടെ ലീഡ് നില അല്പം പിന്നോട്ട് പോയപ്പോൾ 48ലേക്ക് കടന്നെങ്കിലും വീണ്ടും ഒരു വലിയ തിരിച്ചുവരവിലേക്ക് BJP എത്തുമെന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് BJP സംസ്ഥാനത്ത് കാഴ്ചവെച്ചത്. ജനങ്ങൾക്ക് അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്
BJP വ്യക്തമാക്കുന്നത്. അങ്ങനെ BJP ചിലയിടങ്ങളിൽ ലീഡ് നില അല്പം പിന്നോട്ട് പോയെങ്കിലും വീണ്ടും പഴയ പ്രതാപത്തോടുകൂടി, അതായത് ഈ തുടക്കം ആദ്യം കോൺഗ്രസ് അനുകൂലമായ ഒരു കാറ്റായിരുന്നു ഇവിടെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ വീശിയതെങ്കിൽ പിന്നീട് അത് നേരെ തിരിഞ്ഞ് BJPക്ക് അനുകൂലമായി മാറുന്നു. ഇപ്പോൾ ആ കാറ്റിൽ അല്പം കുറവെന്നെങ്കിലും വീണ്ടും ഒരു കൊടുങ്കാറ്റായി BJP ആഞ്ഞടിക്കുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് CPM-നെ സംബന്ധിച്ചിട്ടുള്ള സീറ്റാണ്. CPM ഒരേ ഒരു സീറ്റിൽ CPM മത്സരിച്ചു. അതും കോൺഗ്രസിന്റെ കാരുണ്യത്തിൽ ഭിവാനി സീറ്റിലാണ് CPM മത്സരിച്ചത്. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയായത് ഓം പ്രകാശാണ്. BJP-യുടെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസുമായി ചേർന്നാണ് അവിടെ CPM മത്സരിച്ചത്. കോൺഗ്രസുമായി സഖ്യത്തിൽ CPM ഏർപ്പെട്ടെങ്കിലും ഒരേ ഒരു സീറ്റിൽ മാത്രം CPM-നെ കോൺഗ്രസ് ഒതുക്കി. BJP-യുടെ ഗണശ്യാം സരസിനെതിരെയാണ് അവിടെ ഓം പ്രകാശ് CPM-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അവിടെയും ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. ഭിവാനിയിലും ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ മണ്ഡലമായ ഗാസി ഷാംബ്ലാക്കിലും അവിടെ ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ BJP-യുടെ മഞ്ജു ഹൂഡയാണ് ഭൂപേന്ദ്ര ഹൂഡയെ നേരിടുവാൻ വേണ്ടി രംഗത്തെത്തിയത്. അതേപോലെ തന്നെ റോഹ്തക്കിലെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിച്ച മണ്ഡലമാണ് റോഹ്തക് ജില്ലയിൽ തന്നെ റോഹ്തക് നിയമസഭാ മണ്ഡലത്തിൽ BJP ഹരിയാനയുടെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം കൂടി വന്നിരിക്കുന്നു. BJP 47, കോൺഗ്രസ് 35 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ലീഡ് നില. രോഹിണി, ആദ്യ ഫലസൂചികകൾ മാത്രമാണ്. ഒരു തരത്തിലും നമുക്ക് ഈ ഫലസൂചികകൾ വെച്ച് ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാകുമെന്നുള്ളത്, അല്ലെങ്കിൽ ഹരിയാനയിലെ കാറ്റ് ഏത് ദിശയിലേക്ക് വീശുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അമിതാവേശമില്ലാതെ യാഥാർത്ഥ്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് നിലവിൽ 46 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. 50 എന്നുള്ള മാജിക് ഫിഗറിലേക്ക് ഒരു തവണ BJP ലീഡ് നില അല്ലെങ്കിൽ BJP അവിടേക്ക് എത്തിയിരുന്നെങ്കിലും, ആ സംഖ്യയിലേക്ക് എത്തിയിരുന്നെങ്കിലും പിന്നീട് പതുക്കെ 47ലേക്ക് ഇപ്പോൾ ചുരുങ്ങി നിൽക്കുന്നു. അതേസമയം കോൺഗ്രസ് കാര്യമായ ഒരു മുന്നേറ്റം നടത്തുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും കോൺഗ്രസ് ക്യാമ്പുകളും BJP ക്യാമ്പും വലിയ പ്രതീക്ഷയാണ്. ഒപ്പം INLD-യും JJP-യും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. തങ്ങൾക്ക് ഹരിയാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ കഴിയും, സർക്കാരിന്റെ ഭാഗമാകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ JJP പുലർത്തുമ്പോൾ INLD വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ജനങ്ങൾ അത് അംഗീകരിക്കുമോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. ലീഡ് നില പിന്നെയും മാറി മറിയുന്ന കാഴ്ചയാണ് പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കോസലിയിൽ, അതായത് റിവാരി ജില്ലയിലെ കോസലിയിൽ അവിടെ BJP-യുടെ മുതിർന്ന നേതാവ് അനിൽ ബിസിന അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ഗുർഗാവിൽ മുകേഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ന്യൂസിൽ നമുക്കറിയാം, ന്യൂഹ് ഇടയ്ക്ക് വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ്. ന്യൂസ് അവിടെ രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് പരമാവധി ശ്രമിച്ചു. അവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ അവിടെ ഹൈന്ദവ സമൂഹത്തിന് നേരെ വലിയ അക്രമമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീവ്ര ഇസ്ലാമിക സംഘടനകൾ ചേർന്ന് ഈ ഘോഷയാത്രയ്ക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അതേപോലെ തന്നെ നിരവധി സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊലപാതകങ്ങൾ അടക്കം നടന്ന സ്ഥലമാണ് ന്യൂസ്. അതായത് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷ മേഖല എന്ന് വേണം വിലയിരുത്താൻ. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചതത്രയും. എന്നാൽ കോൺഗ്രസിന് അവിടെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ ജനങ്ങൾ അവസരം നൽകിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ ഫലസൂചികകൾ വ്യക്തമാക്കുന്നു. ന്യൂഹിൽ BJP-യുടെ സഞ്ജയ് സിംഗ് വ്യക്തമായ ലീഡ് നില നിർത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പൽവാൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പൽവാൾ അവിടെ ഗൗരവ് ഗൗതമാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കരൺ ദലാൽ കോൺഗ്രസിനായി മത്സരിച്ചു. എന്നാൽ ഇപ്പോൾ BJP-യുടെ ഗൗരവ് ഗൗതം അവിടെ ലീഡ് നില ഉയർത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഫരീദാബാദ് ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഫരീദാബാദിൽ അവിടെ BJP-യുടെ വിപുൽ ഗോൾ അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം ഫരീദാബാദ് ജില്ലയിൽ ദളിത് സമൂഹം നിർണായകമായതിനാൽ തന്നെ അവിടെ BSP
മത്സരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. INLD സഖ്യമായ BSP ആണ് അവിടെ INLDക്ക് പകരം അവിടെ മത്സരിക്കുന്നത്. അവിടെ അതേപോലെ തന്നെ JJPയുടെ ടിക്കാറാം ഭരദ്വാജ് അവിടെ മത്സരിക്കുന്നു. അങ്ങനെ ദളിത് വോട്ടുകൾ അതേപോലെ തന്നെ ജാട്ട് വോട്ടുകൾ അത് തങ്ങളുടെ പെട്ടിയിലാക്കുവാൻ വേണ്ടി INLDയും JJP മത്സരിക്കുമ്പോൾ ഭരണമുണ്ടാകും, അല്ലെങ്കിൽ വീണ്ടും 10 വർഷത്തിന് ശേഷം ഒരു കടന്നുവരവ് പ്രതീക്ഷിച്ച് കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾക്ക് മങ്ങലേൽക്കുന്നു എന്നുള്ളതാണ് ഈ ആദ്യ ചിത്രങ്ങൾ, ആദ്യ സൂചനകൾ വ്യക്തമാകുന്നത്. അതെ.